ഒത്തൊരുമിക്കാം, ഒന്നായി ഒരുങ്ങാം, ഫാമിലിയിൽ ഓണമായി. പോലീസിന്റെ മികവുറ്റ അന്വേഷണത്തിലൂടെയാണ് വടകര വള്ളിക്കാട് കാറിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. 1000-ത്തിലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. യുവാവിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ബോധപൂർവം രക്ഷപ്പെടുകയുമായിരുന്നു പ്രതിയെന്ന് റൂറൽ SP പറഞ്ഞു. സംഭവത്തിൽ കടമേരി സ്വദേശി അബ്ദുൾ ലത്തീഫിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വള്ളിക്കാട് അമൽ കൃഷ്ണയാണ് കാറിടിച്ച് മരിച്ചത്. കാറിടിച്ചത് പട്ടിയെ എന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ യുവാവിനെ ഇടിച്ചു വീഴ്ത്തിയ പ്രതി കടന്നുകളയുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. 1000-ത്തിലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. യുവാവിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ബോധപൂർവം രക്ഷപ്പെടുകയായിരുന്നു. ദേശീയപാത വഴി പോകേണ്ട കാർ വടകര പഴയ സ്റ്റാൻഡ് വഴി പുതിയ സ്റ്റാൻഡിലേക്ക് കയറി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയാണെന്ന് റൂറൽ SP K ബൈജു പറഞ്ഞു. ഒരു പൈശാചികമാണ് ഇയാളുടെ പ്രവൃത്തി. ഡ്രൈവർമാർ വണ്ടി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരാം. അപ്പം മഴയാണ്, ആ രാത്രിയിലായിരുന്നു, പട്ടിയാണെന്ന് കരുതി എന്നൊക്കെയാണ് അയാളുടെ വെർഷൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മൾ സബ്സിക്വൻറ്റ് കോണ്ടാക്ട് എടുത്തപ്പോൾ അയാൾ നേരെ വഴിയല്ല പോയത്. അയാൾ പഴയ ബസ് സ്റ്റാൻഡ് വഴി പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നു. അപ്പോൾ അതൊരു സപ്രഷൻ ഫാക്ട് തന്നെയാണ്. ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലേ വരരുതെന്നുള്ളതാണ്. ആ പപ്പെട്ടൊരു യങ്ങറായിട്ടുള്ള ആളാണ്, 24 വയസ്സുള്ള ആ മരണപ്പെട്ട ആൾ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ പരിശോധിക്കാം, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പോലീസ് പറയാനുള്ളത്. കാരണം ആർക്കും അപകടം വരാം. അപ്പം അത് ഉണ്ടാകരുത് എന്നുള്ളതാണ് പോലീസിന് പറയാനുള്ളത്. വാഹനാപകടം ഉണ്ടായാലും അപ്പം റിപ്പോർട്ട് ചെയ്യുക, ബാക്കി നടപടികൾ നടത്തുക, അയാൾക്ക് ചികിത്സ കൊടുക്കുക. ഇപ്പോൾ പട്ടിയാണെങ്കിൽ അപ്പം നോക്കി ബോധ്യപ്പെടണ്ടേ? ആ പാവപ്പെട്ട ആൾ പരിക്ക് പറ്റിയുടെ റോഡിൽ കിടക്കുകയായിരുന്നു. പിന്നെ ആരോ വന്ന അയൽവാസികൾ സൗണ്ട് കേട്ട് വന്ന് അവരാണ് ഹോസ്പിറ്റലിലാക്കിയത്. കോഴിക്കോട് ട്രാവൽ ഏജൻസി നടത്തുകയാണ് പ്രതി. വടകരയിൽ അടുത്ത കാലത്തെ നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിലുണ്ടായത്. എല്ലാ കേസിലും പ്രതികൾ പോലീസിന്റെ വലയിലായി. വാഹനം വിൽപ്പന നടത്തിയതാണ്. 3 മാസമായി RC ഓണറെ പ്രതി ചേർക്കണമോ എന്ന് പേപ്പർ പരിശോധിച്ച് വരികയാണ്. പരിശോധിക്കണം. അയാൾ കൺസ്ട്രക്ട് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് പ്രതിയാക്കായിരുന്നു. അയാൾ കൊടുത്തതിൻ്റെ വിലപ്പറ്റ് വാഹന ഉടമ്പടി കരാർ, വിലപ്പറ്റ കരാറൊക്കെ ഉണ്ടപ്പോൾ അയാൾക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. ആക്ച്വലി നിയമം പറയുന്നത് വാഹനം കൊടുക്കുന്ന ആൾ തന്നെ മറ്റേ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ റൂൾസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ട് നടപടിയെടുക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11 മണിക്കാണ് അമൽ കൃഷ്ണയെ വള്ളിക്കാട് വെച്ച് കാർ ഇടിച്ച് തെറിപ്പിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അമൽ കൃഷ്ണ ബുധനാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. ഏറാമലയിൽ നിന്ന് പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തിരുന്നത്.